റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ സമാധാനവാഹകന്റെ റോളിൽ ഒരിക്കൽ കൂടി ട്രംപ് അവതരിച്ചു. മാസങ്ങളോളം പോർവിളിച്ച മംദാനിയും ട്രംപും പരസ്പരം പുകഴ്ത്തിയതും ലോകം കേട്ടു. ആഗോള നയതന്ത്ര തലത്തിൽ ഇന്ത്യ സുപ്രധാന ചുവടുവയ്പ് നടത്തിയതുൾപ്പെടെ പോയവാരം സംഭവബഹുലമായിരുന്നു. സ്വാഗതം പോയവാര ലോകക്കാഴ്ചകളിലേക്ക്, ഭൂലോകത്തിലേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത രാഷ്ട്രമായ അമേരിക്കയുടെ ഭരണസ്ഥിരാ കേന്ദ്രമായ വൈറ്റ് ഹൗസിൽ ഒരു അസാധാരണ കൂടിക്കാഴ്ചയ്ക്ക് വേദിയായി. വേറെ ആരും തമ്മിലല്ല, ന്യൂയോർക്ക് സിറ്റി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട സൊഹ്റാൻ മംദാനിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ് കൂടിക്കാഴ്ച നടത്തിയത്. തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും പരസ്പരം പോർവിളിച്ച ഇരുവരും നേരിൽ കണ്ടപ്പോൾ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. പരസ്പരം പുകഴ്ത്തുന്ന ഇരുവരെയുമാണ് ലോകം കണ്ടത്. എന്താണ് ഈ മഞ്ഞുരുകലിന് പിന്നിൽ? ഒരു സാധാരണ കൂടിക്കാഴ്ച എന്നതിനേക്കാൾ ഉപരി ഇതിനെ ചരിത്രപരമാക്കുന്നത് മംദാനിയുടെ രാഷ്ട്രീയ നിലപാടുകളാണ്. ട്രംപും മംദാനിയും തമ്മിലുള്ള മാസങ്ങളോളം നീണ്ട പരസ്യമായ വാഗ്വാദങ്ങൾക്ക് ശേഷമാണ് ഈ കൂടിക്കാഴ്ച പ്രഖ്യാപിച്ചത്. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചത് വൈറ്റ് ഹൗസിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് വരുന്നുവെന്നാണ്. ഇത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഉള്ളിലെ വൈരുദ്ധ്യങ്ങളെ കൂടിയാണ് തുറന്നുകാട്ടിയത്. രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക കേന്ദ്രമായ ന്യൂയോർക്ക് സിറ്റിയുടെ തലപ്പത്തേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരൻ എത്തിയത് അമേരിക്കൻ സ്ഥാപനങ്ങളെ അക്ഷരാർത്ഥത്തിൽ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്നത് പറയാതെ വയ്യ. പ്രത്യേകിച്ച് ന്യൂയോർക്ക് പോലുള്ള ഒരു നഗരം കൂടുതൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളിലേക്ക് തിരിയുന്നത് മുതലാളിത്ത നേതാക്കളെ അലോസരപ്പെടുത്തുന്നു എന്നത് തന്നെയാണ് ലീവിറ്റിൻ്റെയും പ്രസിഡന്റ് ട്രംപിൻ്റെയും ഈ തേങ്ങലുകൾക്ക് ആധാരം. പക്ഷെ വിചാരിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. ഇരുവരും നേരിൽ കണ്ടപ്പോൾ പരസ്പരം പുകഴ്ത്തി. മംദാനി മികച്ച മേയർ ആയിരിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. യാഥാസ്ഥിതികരെ മംദാനി അത്ഭുതപ്പെടുത്തുമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. ന്യൂയോർക്കിലെ താമസ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യോജിച്ച നിലപാടുണ്ടാകുമെന്നും ഇരുവരും വ്യക്തമാക്കി. മുമ്പ് 100% കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനെന്നും തികഞ്ഞ മനോരോഗിയെന്നും ട്രംപ് വിശേഷിപ്പിച്ച മംദാനി ട്രംപിന്റെ ഭരണകൂടത്തെ ഏകാധിപത്യപരമെന്ന് വിമർശിച്ചിരുന്നു. എന്നാൽ കൂടിക്കാഴ്ച തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും മംദാനിയെക്കുറിച്ച് മതിപ്പ് തോന്നിയെന്നും ട്രംപ് തുറന്നു പറഞ്ഞു. പരസ്യമായ ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും കൂടിക്കാഴ്ചയ്ക്ക് മംദാനിയുടെ സംഘം മുൻകൈ എടുത്തതിന് പിന്നിൽ ഒരുപക്ഷെ വ്യക്തമായ പല അജണ്ടകളും ഉണ്ടായിരിക്കാം. നഗരത്തിലെ സാധാരണക്കാർ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കേന്ദ്ര ഭരണകൂടവുമായി സംഭാഷണം നടത്താൻ മംദാനി തയ്യാറാകുന്നത് അദ്ദേഹത്തിന്റെ പ്രായോഗിക രാഷ്ട്രീയ സമീപനത്തെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇതൊരു രാഷ്ട്രീയ നേതാക്കളുടെ കൂടിക്കാഴ്ചയല്ല, മറിച്ച് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു വഴിത്തിരിവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിനും കാരണങ്ങളുണ്ട്. ട്രംപിന് മംദാനി എന്ന വ്യക്തിയേക്കാൾ ഭയം ന്യൂയോർക്കിലെ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങളോടാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ കൂടിക്കാഴ്ച അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ സാധ്യതയുള്ള ഒരു പുതിയ രാഷ്ട്രീയ യുഗത്തിന് തന്നെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. ഒരുപക്ഷെ അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി ശരിയായത് ചെയ്യാൻ ട്രംപ് തയ്യാറാണ് എന്നതിൻ്റെ സൂചനയാകാം ഇത്. അല്ലെങ്കിൽ തൻ്റെ അധികാരം ചോദ്യം ചെയ്യുന്ന ഒരു ശക്തിയെ മുഖാമുഖം കാണാനുള്ള അനിവാര്യമായ വിധിയുമാകാം. എന്തായാലും അമേരിക്കയുടെ മുതലാളിത്ത അടിത്തറയ്ക്ക് ഇളക്കം തട്ടിക്കാൻ പോന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ ട്രംപ് ഭരണകൂടം ഭയക്കുന്നുണ്ട് എന്നതും ഇതിലൂടെ വ്യക്തമാവുകയാണ്. ഗാസയിൽ സമാധാന പദ്ധതിക്ക് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിക്കുന്ന പുതിയ പദ്ധതിയാണ് അടുത്തത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ
28 കർമ്മ പദ്ധതിയാണ് ട്രംപ് തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ പദ്ധതിയിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിൽ വ്യക്തതയില്ല. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ട്രംപ് മുന്നിട്ടിറങ്ങുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ലോകം ഉറ്റുനോക്കുകയാണ് 3 വർഷം പിന്നിട്ട യുദ്ധത്തിൻ്റെ വിരാമത്തിനായി. അതേസമയം ഗാസയിൽ സമാധാനമുറപ്പിക്കാൻ ട്രംപിൻ്റെ പദ്ധതിക്ക് ആയോ എന്ന ചോദ്യം ഇപ്പോഴും അങ്ങനെ തന്നെ അവശേഷിക്കുന്നുമുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിക്ക് അന്ത്യശാസനം നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള സമാധാന ഉടമ്പടിയുടെ രൂപരേഖ അംഗീകരിക്കാൻ യുക്രൈന് ഒരാഴ്ചത്തെ സമയപരിധിയാണ് ട്രംപ് അനുവദിച്ചിരിക്കുന്നത്. നവംബർ 27-നകം പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്നതുൾപ്പെടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ദീർഘകാലമായുള്ള പല ആവശ്യങ്ങളും അമേരിക്കൻ പദ്ധതിയിൽ അടങ്ങിയിട്ടുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. വർഷങ്ങളായി പാശ്ചാത്യ പിന്തുണയിൽ മാത്രം നിലനിൽക്കുന്ന യുക്രൈന് ഇത് വൻ തിരിച്ചടിയാണ് നൽകുന്നത്. പാശ്ചാത്യ സുരക്ഷാ ഉറപ്പുകൾക്ക് പകരമായി ഡോൺബാസിന്റെ ഇപ്പോഴും കൈവശം വച്ചിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായക ഭൂപ്രദേശങ്ങളിൽ നിന്നും യുക്രൈൻ പിന്മാറേണ്ടി വരും. അമേരിക്ക തങ്ങളുടെ മുൻ നിലപാടുകളിൽ നിന്നും പിന്നോട്ടു പോകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണിത്. ട്രംപിനെ പ്രകോപിപ്പിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അമേരിക്കയുമായും യൂറോപ്പുമായും ചർച്ചകൾ തുടരുകയാണെന്ന് സെലൻസ്കി വ്യക്തമാക്കി. അതേസമയം രാജ്യത്തിന്റെ ഭൂപ്രദേശം വിട്ടുകൊടുക്കാനുള്ള വ്യവസ്ഥകൾ അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ യുക്രൈൻ ഇപ്പോഴും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള അമേരിക്ക നിർദ്ദേശിച്ച പദ്ധതിയെ യൂറോപ്യൻ യൂണിയൻ എതിർത്തിട്ടുണ്ട്. യൂറോപ്പിന്റെ ഈ എതിർപ്പ് പ്രധാന പാശ്ചാത്യ സഖ്യകക്ഷികൾക്കിടയിൽ പോലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുവെന്ന് തെളിയിക്കുന്നു. ഈ സാഹചര്യത്തിൽ യുദ്ധക്കളത്തിലെ തിരിച്ചടികളും പാശ്ചാത്യ സഹായത്തെക്കുറിച്ചുള്ള ആശങ്കകളും നിലനിൽക്കെ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഡോൺബാസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉപേക്ഷിക്കാൻ സെലൻസ്കി ഭരണകൂടം നിർബന്ധിതരാകുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ പോരാടുന്നതിനു പകരം പാശ്ചാത്യ രാഷ്ട്രത്തിന്റെ ഇരയായി യുക്രൈൻ മാറുന്നതിന്റെ സൂചനകളാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ നൽകുന്നത്. റഷ്യയുടെ സുരക്ഷാ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്ന സമാധാന ഉടമ്പടി അംഗീകരിക്കാൻ യുക്രൈൻ തയ്യാറാകേണ്ടി വരുമ്പോൾ അതെല്ലാം റഷ്യൻ നിലപാടുകൾക്ക് ലഭിക്കുന്ന അംഗീകാരമായും കണക്കാക്കാം. അമേരിക്ക തങ്ങളുടെ ശ്രദ്ധ മറ്റ് ആഭ്യന്തര വിഷയങ്ങളിലേക്ക് മാറ്റുമ്പോൾ യുക്രൈൻ ഒരു രാഷ്ട്രീയ ബലിമൃഗമായി മാറാനുള്ള സാധ്യതകളാണ് ഈ പുതിയ സമാധാന പദ്ധതിയിലൂടെ തെളിയുന്നത്. സമാധാനവാഹകനായി സ്വയം പ്രഖ്യാപിച്ച ട്രംപിന്റെ ഈ പദ്ധതി ഫലം കാണുമോ? അനന്തമായി നീളുന്ന യുദ്ധത്തിന് അറുതി വന്നേ മതിയാകൂ. ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഈ പുതിയ പദ്ധതി മനസ്സില്ലാ മനസ്സോടെയെങ്കിലും സെലൻസ്കി സമ്മതം മൂളുമെന്ന് ഉറപ്പാണ്. പക്ഷേ പുടിൻ അങ്ങനെ പെട്ടെന്ന് അടുക്കുമോ? എന്തിനാണോ യുദ്ധം തുടങ്ങിയത് ആ ലക്ഷ്യം സ്വന്തമാക്കാതെ പുടിൻ ഒരടി പിന്നോട്ട് പോകാൻ സാധ്യതയുമില്ല. എന്തായാലും നല്ലത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ആഗോള നയതന്ത്ര വേദികൾ പലപ്പോഴും അമേരിക്കൻ സമ്മർദ്ദത്താൽ പ്രക്ഷുബ്ധമാകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ സുപ്രധാന നീക്കങ്ങളിലേക്ക് ചുവടുറപ്പിക്കുന്നത്. ഒരു വശത്ത് റഷ്യൻ എണ്ണയിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും റഷ്യയുമായുള്ള കാലാതീതമായ സൗഹൃദം ദൃഢമാക്കുന്നതിനുള്ള നിർണായക നീക്കത്തിലാണ് ഇന്ത്യ.
എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമങ്ങൾ നടത്തുന്ന പശ്ചാത്തലത്തിൽ പുടിന്റെ ഇന്ത്യ സന്ദർശനം അന്താരാഷ്ട്ര തലത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. ബാഹ്യ സമ്മർദ്ദങ്ങളുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിത്തം ദുർബലമാകില്ലെന്ന് ലോകത്തിന് ശക്തമായ സൂചന നൽകുകയാണ്. 23ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടി ഡിസംബർ 1 നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് റോസ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന റഷ്യ ഇന്ത്യ ഫോറം 2025 ഡിസംബർ 4-5 തീയതികളിൽ ഇന്ത്യയിൽ നടക്കും. ഉന്നത ഉദ്യോഗസ്ഥരും ബിസിനസ് നേതാക്കളും പങ്കെടുക്കുന്ന ഈ ഫോറത്തിൽ വ്യാവസായിക സഹകരണം വികസിപ്പിക്കുക, ഇന്ത്യൻ യന്ത്രസാമഗ്രികൾക്കും സാങ്കേതിക ഉൽപ്പന്നങ്ങൾക്കും റഷ്യൻ വിപണിയിലേക്കുള്ള പ്രവേശനം വർദ്ധിപ്പിക്കുക, ഇന്ത്യൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ റഷ്യൻ വാങ്ങലുകൾ വർദ്ധിപ്പിക്കുക എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളാകും. കൂടാതെ ഇന്ത്യൻ ഔഷധങ്ങളുടെയും തൊഴിൽ വിഭവങ്ങളുടെയും റഷ്യൻ ഇറക്കുമതി വർദ്ധിപ്പിക്കുക, ടൂറിസം സഹകരണം മെച്ചപ്പെടുത്തുക തുടങ്ങിയ പുതിയ മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. യുക്രൈൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷമുള്ള പുടിന്റെ ആദ്യത്തെ ഇന്ത്യ സന്ദർശനമായതിനാൽ ഇതിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. 2000 ഒക്ടോബറിൽ പുടിനും അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും ചേർന്ന് ഒപ്പുവെച്ച തന്ത്രപരമായ പങ്കാളിത്ത പ്രഖ്യാപനമാണ് ഈ വാർഷിക ഉച്ചകോടിക്ക് അടിത്തറയിട്ടത്. ഈ ദീർഘകാല പാരമ്പര്യം തുടരാനുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രതിബദ്ധതയാണ് ഈ സന്ദർശനം അടിവരയിടുന്നത്. ഇതിനെല്ലാം പുറമെ റഷ്യൻ ഫെഡറേഷനിലെ സുപ്രധാന നഗരങ്ങളായ കസാനിലും എക്കാറ്റൻബർഗിലും പുതിയ ഇന്ത്യൻ കോൺസുലേറ്റുകൾ ഇന്ത്യ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ നയതന്ത്ര സാന്നിധ്യം യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക, കരീബിയൻ എന്നിവിടങ്ങളിലേക്ക് വികസിപ്പിക്കുന്നതിനുള്ള വിപുലമായ നീക്കത്തിന്റെ ഭാഗമാണിത്. ഇന്ത്യയുടെ യുവജനങ്ങളെ റഷ്യയുടെ വളരുന്ന തൊഴിൽ മേഖലയിലേക്ക് എത്തിക്കാനുള്ള പ്രധാന ചുവടുവയ്പും ഇന്ത്യ നടത്തിവരികയാണ്. 2025 മാത്രം 40,000-ലധികം ഇന്ത്യൻ പൗരന്മാർ റഷ്യൻ തൊഴിൽ വിസകൾക്കായി അപേക്ഷകൾ നൽകിയിട്ടുണ്ട്. നിലവിൽ വിദ്യാർത്ഥികൾ, സംരംഭകർ, തൊഴിലാളികൾ എന്നിവരുൾപ്പെടെ ഏകദേശം 63,000 ഇന്ത്യക്കാർ റഷ്യയിൽ താമസിക്കുന്നുണ്ട്. 2023 അപേക്ഷിച്ച് 2024 റഷ്യൻ പഠനം നടത്തുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ 34% വർധനവുണ്ടായി എന്നത് വിദ്യാഭ്യാസ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന വിശ്വാസ്യതയാണ് സൂചിപ്പിക്കുന്നത്. ഡിസംബറിൽ നടക്കാൻ പോകുന്ന ഈ ഉച്ചകോടിയിൽ നിലവിലുള്ള സാമ്പത്തിക തടസ്സങ്ങളെ മറികടക്കാനും തന്ത്രപരമായ പങ്കാളിത്തം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനുമുള്ള ഒരു വേദിയായി മാറ്റും. ഇരു രാജ്യങ്ങളും ആഗോളതലത്തിൽ ഒരു പുതിയ ബഹുധ്രുവ ലോകക്രമം സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്ന് ഉറപ്പാണ്. ഇതിനു പുറമെ ഈ പുതിയ നയതന്ത്ര ചുവടുവയ്പ് ഇരു രാജ്യങ്ങളുടെയും ജനങ്ങൾക്കും വ്യവസായങ്ങൾക്കും ഭാവിയിൽ കൂടുതൽ അവസരങ്ങൾ തുറന്നുകൊടുക്കുമെന്നും ഉറപ്പാണ്. മിഡിൽ ഈസ്റ്റിൽ പാശ്ചാത്യ ശക്തികളുടെ കോട്ട പൊളിയുന്നതായുള്ള വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാലങ്ങളായി അമേരിക്കൻ സുരക്ഷാ ഉറപ്പുകളെയും പ്രതിരോധ കരാറുകളെയും ആശ്രയിച്ചിരുന്ന ഈ രാജ്യങ്ങൾ ബദൽ പങ്കാളികളെ തേടുകയാണ്. അമേരിക്ക അല്ലെങ്കിൽ മറ്റാരാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് സംരക്ഷണം നൽകാൻ? ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരവും ഇപ്പോഴുണ്ട്. മറ്റാരുമല്ല, റഷ്യ തന്നെയാണ് അവരുടെ ബദൽ പങ്കാളി. ഒരു കാലത്ത് പാശ്ചാത്യ മേധാവിത്വത്തിന്റെ കോട്ടയായിരുന്ന മധ്യപൂർവ്വ ദേശത്തെ ഭൗമ രാഷ്ട്രീയ സമവാക്യങ്ങൾ അതിവേഗം മാറിമറിയുകയാണ്. പതിറ്റാണ്ടുകളായി ഈ മേഖലയിലെ രാജ്യങ്ങൾ അമേരിക്കയുടെ തണലിലായിരുന്നു. എന്നാൽ സമീപകാല ഇസ്രായേൽ ആക്രമണങ്ങളും വർദ്ധിച്ചു വരുന്ന പ്രാദേശിക അരക്ഷിതാവസ്ഥയുമാണ് നിലവിൽ ഒരു മാറ്റത്തിന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ പ്രേരിപ്പിച്ചത്. മാത്രമല്ല, നിലവിലുള്ള സുരക്ഷാ ഘടനയുടെ ദുർബലമാകുന്ന അമേരിക്കൻ മേധാവിത്വമാണ് ഈജിപ്തിനെയും ഒമാനെയും പോലുള്ള രാജ്യങ്ങളെ ബദൽ പങ്കാളികളെ തേടാൻ രൂപപ്പെടുത്തിയത്.
റഷ്യൻ നയതന്ത്രത്തിന്റെ ശ്രദ്ധാകേന്ദ്രം ഈജിപ്തായിരുന്നു. റഷ്യയുടെയും ഈജിപ്തിന്റെയും ഇടയിലുള്ള പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും ബന്ധം കൂടുതൽ വികസിപ്പിക്കുന്നതിനും വരും കാലങ്ങളിൽ ദൃഢമായ ചർച്ചകൾ നടക്കും. മുൻപ് ഈജിപ്തിന് വിതരണം ചെയ്ത റഷ്യൻ ആയുധങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തി. ഈജിപ്ഷ്യൻ സായുധ സേനയെ ഉയർന്ന യുദ്ധസന്നദ്ധത നിലനിർത്താൻ ഇവ പ്രാപ്തമാക്കി. പ്രതിരോധത്തിനപ്പുറം സാമ്പത്തിക അടിസ്ഥാന സൗകര്യ മേഖലകളിലേക്കും ചർച്ചകൾ നടക്കുന്നുണ്ട്. എൽദബ ആണവ നിലയത്തിന്റെ നിർമ്മാണം ഷെഡ്യൂളിൽ പുരോഗമിക്കുന്നു. സൂയസ് കനാൽ പ്രദേശത്തെ റഷ്യൻ വ്യാവസായിക മേഖലയുടെ സൃഷ്ടി പ്രായോഗിക നിർവഹണ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഫാർമസ്യൂട്ടിക്കൽ, പെട്രോകെമിക്കൽസ്, ഓട്ടോമോട്ടീവ് വ്യവസായം തുടങ്ങിയ നിരവധി മേഖലകളിലെ സഹകരണ സാധ്യതകളും മുന്നിലുണ്ട്. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായുള്ള ഈ പങ്കാളിത്തം സോവിയറ്റ് കാലഘട്ടം മുതലുള്ള ചരിത്രപരമായ ഒരു പാതയാണ്. പരമ്പരാഗതമായി മിതമായ വിദേശ നയം പിന്തുടരുകയും മധ്യസ്ഥന് പങ്കുവഹിക്കുകയും ചെയ്യുന്ന ഒമാനുമായുള്ള റഷ്യയുടെ ഇടപെടൽ വിലപ്പെട്ടതാണ്. പ്രാദേശിക സംഘർഷ സാധ്യതകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സൈനിക സാങ്കേതിക പാതയിൽ വ്യക്തമായ കരാറുകളിൽ എത്തേണ്ടതിന്റെ ആവശ്യകത ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. നാവിക ഇടപെടൽ വിപുലീകരിക്കൽ, സുരക്ഷാ കൗൺസിലുകൾ തമ്മിലുള്ള അടുത്ത ഏകോപനം, വൈദഗ്ധ്യ കൈമാറ്റങ്ങൾ എന്നിവ ഉൾപ്പെടെ കൂടുതൽ സഹകരണ രൂപങ്ങൾ റഷ്യ ഒമാന് വാഗ്ദാനം ചെയ്യുന്നു. സൊമാലിയൻ തീരത്തെ കടൽ കൊള്ളയെ ചെറുക്കുന്നതിൽ റഷ്യൻ നാവിക കപ്പലുകളുടെ മസ്കറ്റ്, സലാല തുറമുഖങ്ങളിലെ പതിവ് സന്ദർശനവും ചർച്ച ചെയ്തു. ഒമാനെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായുള്ള ഈ അടുപ്പം ഒരു പുതിയ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ്. ചൈനയുടെ ബ്രിക്സ് കൂട്ടായ്മയിൽ ഈജിപ്ത് ചേർന്നതിലൂടെയും ഒമാൻ സമാനമായ ഫോർമാറ്റുകൾ ഗൗരവമായി പരിശോധിക്കുന്നതിലൂടെയും മധ്യപൂർവ്വദേശ രാജ്യങ്ങൾ ബഹുധ്രുവ ലോകക്രമത്തിൽ തങ്ങളുടെ സ്ഥാനമുറപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് വ്യക്തമാണ്. റഷ്യയുമായുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനുള്ള ഈജിപ്തിൻ്റെയും ഒമാന്റെയും ശ്രമങ്ങൾ താൽക്കാലിക നയതന്ത്രത്തിന് അപ്പുറമാണ്. ഒരു ഏറ്റുമുട്ടലിനല്ല, മറിച്ച് സ്വന്തം രാഷ്ട്രീയ ഏജൻസിയെ ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ സ്വതന്ത്രമായ വിദേശ നയം പിന്തുടരാനുമുള്ള മാർഗമാണ് റഷ്യ നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുണ്ടാകുന്ന സംഘർഷങ്ങളിൽ മുന്നിൽ നിൽക്കാൻ റഷ്യ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഈ മാറ്റത്തിന് അവരെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. വരും കാലങ്ങളിൽ മറ്റു രാജ്യങ്ങളും ഇതേ പാതയിലെത്തുമെന്നാണ് റഷ്യയുടെ കണക്കുകൂട്ടൽ. ചരിത്രപരമായ ഒരു നീക്കത്തിന് ജപ്പാൻ ചുവടുവെക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയമായ കാഷിവാസാക്കി കരുവ പ്ലാന്റ് പുനരാരംഭിക്കുകയാണ് ജപ്പാൻ. പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നത് 1.5 പതിറ്റാണ്ട് മുമ്പുണ്ടായ ഫുക്കുഷിമ ദുരന്തത്തിന് ശേഷം ആദ്യമായാണ്. ദേശീയ ആണവ നിയന്ത്രണ ഏജൻസിയുടെ അന്തിമ അനുമതി ലഭിക്കുന്നതോടെ ഇത് യാഥാർത്ഥ്യമാക്കും. ഏകദേശം 400 ഹെക്ടർ വിസ്തൃതിയുള്ള ഈ വിശാലമായ പ്ലാന്റ് ജപ്പാൻ കടലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 2011 ഭൂകമ്പ സുനാമി ദുരന്തത്തിന് ശേഷം പ്ലാന്റ് അടച്ചുപൂട്ടിയിരുന്നു. ഫുക്കുഷിമ ഉരുകലിന് ശേഷം രാജ്യത്തെ എല്ലാ ആണവ നിലയങ്ങളും നിർത്തിവെച്ചതിനെ തുടർന്ന് ജപ്പാൻ ഫോസിൽ ഇന്ധന ഇറക്കുമതിയിൽ കൂടുതൽ ആശ്രിതമായി. ഈ പശ്ചാത്തലത്തിൽ ജപ്പാൻ ഇനി ആണവോർജ്ജം തിരിച്ചുപിടിക്കാനും ഊർജ്ജ സുരക്ഷ മെച്ചപ്പെടുത്താനുമുള്ള ശ്രമത്തിലാണ്. 2011 മുൻപ് ജപ്പാന്റെ വൈദ്യുതിയുടെ ഏകദേശം 1/3 ആണവോർജ്ജമായിരുന്നു. നിലവിൽ 14 റിയാക്ടറുകൾ കർശനമായ പുതിയ സുരക്ഷാ നിയമങ്ങൾ പാലിച്ച് വീണ്ടും പ്രവർത്തനത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്.
കരിവ നിലയത്തിലും വ്യാപകമായ നവീകരണം നടന്നു. 15 മീറ്റർ ഉയരമുള്ള സുനാമി പ്രതിരോധ ഭിത്തി, ഉയർന്ന പ്രദേശങ്ങളിലെ പുതുക്കിയ ബാക്കപ്പ് പവർ സിസ്റ്റങ്ങൾ തുടങ്ങിയവ പ്രധാന മാറ്റങ്ങളാണ്. 2050ഓടെ കാർബൺ ന്യൂട്രൽ രാജ്യമാകാനും കൃത്രിമ ബുദ്ധി, ഡാറ്റാ സെന്റർ ആവശ്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ആവശ്യം നിറവേറ്റാനും ജപ്പാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. 2040ഓടെ രാജ്യത്തെ വൈദ്യുതിയിൽ ആണവോർജ്ജത്തിന്റെ വിഹിതം ഏകദേശം 20% ഉയർത്താനും ഊർജ്ജ പദ്ധതികൾ ശക്തിപ്പെടുത്താനുമാണ് നീക്കം. ജപ്പാനെ അടിപതറിച്ചു കളഞ്ഞ ശക്തമായ ഭൂചലനം, തുടർന്ന് മരണത്തിന്റെ ദൂതുമായി അലറിപ്പാഞ്ഞെത്തിയ വമ്പൻ രാക്ഷസ തിരകൾ, ഇവയെല്ലാം ചേർന്നതായിരുന്നു ഫുകുഷിമ ദുരന്തം. 20,000-ഓളം പേരാണ് അന്നത്തെ സുനാമിയിലും ഭൂകമ്പത്തിലും മരിച്ചത്. 1986-ലുണ്ടായ ചെർണോബിലെ ആണവ ദുരന്തത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി അത് മാറി. ഭൂചലനത്തിന്റെ ഫലമായി കൂറ്റൻ സുനാമി തിരകൾ കടലിൽ ഉയർന്നു പൊങ്ങി. 33 അടി വരെ ഉയരമുള്ളവയായിരുന്നു ഇവയിൽ ചിലത്. സെൻഡായ് നഗരത്തിൽ വെള്ളപ്പൊക്കം ഇതുമൂലം ഉടലെടുത്തു. അവിടുത്തെ വിമാനത്താവളം കടൽവെള്ളത്തിൽ മുങ്ങി. കരയുടെ 10 കിലോമീറ്ററോളം ഉള്ളിലേക്ക് തിരകളെത്തി. ഇവ തിരികെ കടലിലേക്ക് വലിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ വെള്ളത്തിനൊപ്പം കടലിലേക്ക് ഒഴുകിപ്പോയി. $1.54 ലക്ഷം പേരെയാണ് ആണവ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒഴിപ്പിക്കേണ്ടി വന്നത്. സുനാമിയെ തുടർന്ന് നിലയത്തിൽ വെള്ളം കയറുകയും വൈദ്യുതി നിലയ്ക്കുകയും ചെയ്തുവെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ ജീവൻ പണയം വെച്ച് റിയാക്ടർ തണുപ്പിക്കാൻ ജീവനക്കാർ മുന്നിട്ടിറങ്ങി. ഈ ദൗത്യത്തിനിടെ നിരവധി ജീവനക്കാർക്കാണ് ആണവ വികിരണമേറ്റത്. ഫുകുഷിമ 50 എന്ന് പിന്നീട് വിശേഷിപ്പിക്കപ്പെട്ട 50 ജീവനക്കാരാണ് റിയാക്ടർ തണുപ്പിക്കാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടത്. അന്നവർ ആ ദൗത്യത്തിൽ ഏർപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ടോക്കിയോ നഗരത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരുപക്ഷെ ഒഴിപ്പിക്കേണ്ടി വരുമായിരുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു നാടിനെ ഒട്ടാകെ പിളർത്തിയ വലിയ ദുരന്തം, ആണവ വികിരണം മൂലം വലഞ്ഞ 10,000-കണക്കിന് ജനങ്ങൾ, ഇവയെല്ലാം പേടിപ്പെടുത്തുന്ന ഓർമ്മകളായി ഇന്നും അലയടിക്കുന്നുണ്ട്. അപ്പോഴും ആണവ നിലയം തുറക്കാനുള്ള നീക്കം എന്തിൻ്റെ പേരിലാണെന്ന ചോദ്യം മറുവശത്ത് ഉയരുന്നുമുണ്ട്. ഭാവിയിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന യഥാർത്ഥ സത്യവും മുന്നിലുണ്ട്. ഓർക്കുക, എല്ലാം രാജ്യത്തിന് വേണ്ടിയാണ്. പക്ഷേ അത് ജനങ്ങളെ തുടച്ചു നീക്കുന്ന മറ്റൊരു ദുരന്തത്തിലേക്ക് വഴിതെളിയിക്കരുതെന്ന് മാത്രം. ചരിത്രപരമായ പല നീക്കങ്ങൾക്കും നയതന്ത്ര തലത്തിലെ ഇടപെടലുകൾക്കുമെല്ലാം സാക്ഷ്യം വഹിച്ച വാരമാണ് കടന്നുപോയത്. ട്രംപിൻ്റെ ഇടപെടലിൽ റഷ്യ യുക്രൈൻ സംഘർഷത്തിന് അയവ് വരുത്താനാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രതീക്ഷയുടെ നാളുകൾക്കായി കാത്തിരിക്കാം. കാണാം പുതിയ ലോകക്കാഴ്ചകളുമായി അടുത്ത വാരം.